Yes, welcome back. So മക്കളെ +1 അഡ്മിഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അത് ഇപ്പൊ ഏറ്റവും വലിയ ഡൗട്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആയിരിക്കോ സപ്ലിമെന്ററി ഘട്ടമായിരിക്കുമോ ആദ്യം നടക്കാനായിട്ട്? കൺഫ്യൂഷൻ ആണ്. അവർ തന്നെ തീരുമാനിക്കണം സപ്ലിമെന്ററി ഘട്ടമാണോ ട്രാൻസ്ഫർ അലോട്ട്മെന്റ്. കഴിഞ്ഞ വർഷം വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഏതായിരുന്നു? കഴിഞ്ഞ വർഷം HSC-യില് ഇപ്പൊ VHSC-യില് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. അപ്പൊ കുട്ടികൾ ആദ്യം ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കും നടക്കുക. കാരണം കൊമേഴ്സ് എടുത്ത കുട്ടികൾക്ക് ഇനി ചിലപ്പോൾ സയൻസിലേക്ക് മാറേണ്ടത്. അതായത് ഒരു സബ്ജക്ട് കോമ്പിനേഷൻ വേറെ സബ്ജക്ട്, ഒരേ സ്കൂൾ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ വേറെ സബ്ജക്ട്. അതേപോലെ അവർക്ക് താല്പര്യമില്ലാത്ത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ക്ലാസ് തുടങ്ങിയ സ്ഥിതിക്ക് 6-ാം തീയതി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പൊ ക്ലാസ് തുടങ്ങിയ സ്ഥിതിക്ക് ഇനി എന്നാണ് ട്രാൻസ്ഫർ നടക്കുക എന്നുള്ളത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ സീറ്റ് കിട്ടാതെ സപ്ലിമെന്ററി ഘട്ടത്തിനായിട്ടും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കാം. സോ ഏതാണ് ആദ്യം നടക്കാൻ പോകുന്നത് നമ്മൾ പറയാൻ പോവാണ്. അതിനു മുൻപ് VHSC-യുടെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വിളിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് അവർ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് നോക്കാം. ഓരോ സ്കൂളിൽ നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം അറിയണമെങ്കിൽ ഈ പോർട്ടലിൽ കയറിയാൽ മതി. admission.vhsc.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിലവിലുള്ള വേക്കൻസി അറിയാം. ഹയർ സെക്കൻഡറി സ്കൂളിന്റെയാണ് പ്രത്യേകം പറയാണ്. ഏതെങ്കിലും VHSC-യിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് മാത്രമാണ് നിലവിൽ ട്രാൻസ്ഫർ സാധ്യമാകുക. മക്കളെ വിചാരിക്കുന്ന വേറൊരു കാര്യം, വേക്കൻസി ഉള്ളിടത്തിൽ മാത്രമേ ട്രാൻസ്ഫറിന് കൊടുക്കാവുന്ന ചിന്തയുണ്ടെങ്കിൽ വേണ്ട, വേക്കൻസി ഇല്ലാത്ത സ്കൂളിലും ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് കൊടുക്കാം അല്ലേ? ഓക്കെ. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥിര പ്രവേശനം നേടിയ കുട്ടികൾക്ക് മാത്രമാണ് ട്രാൻസ്ഫർ നടക്കുക. നിങ്ങൾക്ക് സീറ്റ് കിട്ടി, നിങ്ങൾ എടുത്തില്ല, നിങ്ങൾ HSC-യിൽ പോയി ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് ഒരിക്കലും VHSC-യുടെ ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥിര പ്രവേശനം നേടിയ താൽക്കാലികമായിട്ട് നേടിയിട്ട് അത് സ്ഥിരമാക്കാത്ത, പെർമനന്റ് ആക്കാത്തവർക്കല്ല, പെർമനന്റ് അഡ്മിഷൻ എടുത്തവർക്ക്. ഭിന്നശേഷി വിഭാഗത്തിൽ അഡ്മിഷൻ നേടിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കി അല്ലേ? അതേപോലെ ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ ഏതെങ്കിലും കോഴ്സിലേക്കോ അതേ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയെങ്കിൽ അതേ സ്കൂളിലെ തന്നെ ബയോ സയൻസിന് വേണ്ടി വീണ്ടും എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ, അവിടെ സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കും കൊടുക്കാം. നിലവിൽ ഇപ്പൊ നിങ്ങൾ കൊമേഴ്സിലാണ്, മറ്റൊരു സ്കൂളിൽ സയൻസിലേക്ക് പോകണമെങ്കിൽ അതും കൊടുക്കാം. അതേപോലെ ആർട്ടി പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷിക്കുന്ന സ്കൂളിൽ ഒഴിവുകൾ ഇല്ലെങ്കിലും ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് കൊടുക്കാം. അതായത് ചില സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് വേക്കൻസി ലിസ്റ്റിൽ ഇല്ല, എന്നാൽ പോലും നിങ്ങൾക്ക് ആ സ്കൂളിൽ കൊടുക്കാം. കാരണം അവിടെ നിന്ന് ഒരു കുട്ടി ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ അവിടെയുള്ള വേക്കൻസി ക്രിയേറ്റ് ചെയ്യും, ആ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് പോകാം. നിലവിൽ ആ സ്കൂളിൽ ചിലപ്പോൾ വേക്കൻസി കാണത്തില്ല, പക്ഷെ ആ സ്കൂളിലെ കുട്ടി മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആ വേക്കൻസി ആയി, അപ്പൊ അവിടേക്ക് നിങ്ങളെ പരിഗണിക്കും. ഇതാണ് ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഇനി HSC-യുടെ ട്രാൻസ്ഫർ ആയിരിക്കുമോ സപ്ലിമെന്ററി ഘട്ടമാണോ ആദ്യം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ സപ്ലിമെന്ററി ഘട്ടം വരാനാണ് സാധ്യത കൂടുതൽ. അതായത് അപേക്ഷിക്കാതെ ഒരു തരത്തിലും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ചാൻസ് ഉള്ളത്. അത് കഴിഞ്ഞ തവണ ഇതുപോലെ VHSC-യുടെ ട്രാൻസ്ഫർ വന്നപ്പോ HSC-യുടെ ട്രാൻസ്ഫർ ആയിരിക്കും ആദ്യം നടക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും കഴിഞ്ഞ തവണ HSC-ക്ക് സപ്ലിമെന്ററി ഘട്ടമാണ് ആദ്യം നടന്നത്, അതിനുശേഷം മാത്രമാണ് ട്രാൻസ്ഫർ വന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സപ്ലിമെന്ററി ഘട്ടമാണ്. ഈ ഒരു 10, 11, 12 കൂടി ഒഴിവുകൾ, വേക്കൻസികൾ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് സപ്ലിമെന്ററി ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിനുശേഷമാണ് HSC-യിൽ ട്രാൻസ്ഫർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മാനേജ്മെന്റ് ഓർ അൺഎയ്ഡഡ് കോട്ടകളിൽ, HSC-യുടെ കാര്യമാണ്, മാനേജ്മെന്റ് ഓർ അൺഎയ്ഡഡ് കോട്ടകളിൽ മുഖ്യഘട്ടത്തിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് കോമ്പിനേഷൻ ട്രാൻസ്ഫറിൽ മാറാനുള്ള ഒരു അവസരം ഓപ്പൺ ആയിരുന്നു. അപ്പൊ 2026 ജൂലൈ 6 മുതലാണ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മ്യൂച്വൽ ട്രാൻസ്ഫർ ഒക്കെ പറ്റും. കമ്മ്യൂണിറ്റി കോട്ടയിൽ കയറിയ കുട്ടികൾക്ക് വേറൊരു സ്കൂളിൽ അതേ കമ്മ്യൂണിറ്റിയിൽ വേക്കൻസി നിങ്ങൾക്ക് വേണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറാൻ സാധിക്കും. ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അപ്പൊ HSC-യുടെ കമ്മ്യൂണിറ്റി കോട്ട ട്രാൻസ്ഫർ വന്നു. എന്നാൽ പോലും നമ്മൾ ആദ്യം സപ്ലിമെന്ററി ഘട്ടമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ VHSC-യുടെ ട്രാൻസ്ഫർ വന്നത് കഴിഞ്ഞ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ടല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്ത് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. മക്കളെ, അതേപോലെ +1 കംപ്ലീറ്റ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ലഭിക്കും. അതേപോലെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ +1, +2 ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ക്ലാസ്സുകൾ നടക്കുകയാണ്. ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് +1 സയൻസിന് ജോയിൻ ചെയ്യണം, പക്ഷേ അഡ്മിഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് നമ്മളെ ഇന്റഗ്രേറ്റഡ് സ്കൂൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. റെഡിയല്ലേ? അപ്പോൾ മക്കളെ, നമ്മുടെ എന്തെങ്കിലും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് വിവരങ്ങൾക്ക് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.